കൂട്ടുകാരെ, നമുക്കിന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. 2 കപ്പ് അരിപ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഇളക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അത് മയം വരണം, നന്നായിട്ട് മയപ്പെടുത്തി എടുക്കണം. അപ്പോൾ നന്നായി കുഴയ്ക്കുക. അത് നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത് പോലെ ആകാം. നന്നായിട്ട് കുഴച്ച് അത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് അത് അടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു ആവശ്യത്തിനുള്ള തേങ്ങ, ഇപ്പം ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ അരമുറി തേങ്ങയിൽ ശർക്കരയോ പഞ്ചസാരയോ, നിങ്ങൾക്കിഷ്ടം പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം, ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഉപയോഗിക്കാം. അപ്പോൾ ഈ ശർക്കര ഉപയോഗിക്കും. ഞാനിപ്പോൾ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ശർക്കര അതിലേക്ക് ചീകിയിടുക. ആ ശർക്കരയും തേങ്ങയും കൂടെ നന്നായി മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി അത് നന്നായി യോജിപ്പിക്കുക. അതിനുശേഷം നന്നായി ഇളക്കിയതിന് ശേഷം ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ആകുമ്പോൾ ഉണ്ടല്ലോ ഒരു ബ്രൗൺ കളർ വരും. ആ ഒരു കളർ അത് കണ്ടാൽ തന്നെ നമുക്ക് കൊതി വരും വായിൽ. അപ്പം ആ ബ്രൗൺ കളറ് വരുമ്പോൾ നമ്മൾ അത് മാവിലേക്ക് എടുത്ത് മാവിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. മാവെടുത്ത് ഓരോ മാവും കുറേശ്ശെ എടുത്ത് അതിലേക്ക് വയ്ക്കുക. അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഉരുട്ടി ഇഡ്ഡലി പാത്രത്തിലോ, ഒന്നുകിൽ ഇഡ്ഡലി പാത്രത്തിലാവാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിലാവാം. അത് നന്നായി പുഴുങ്ങിയെടുക്കാം. 5-10-15 മിനിറ്റെങ്കിലും നന്നായിട്ടത് ആവി വരണം. ആവി വന്ന് അത് വെന്തതിന് ശേഷം നമുക്കത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. 4 മണിക്ക് നല്ലൊരു പലഹാരമാണ്. കട്ടൻ ചായ, ഞാനാണെങ്കിലൊരു പുതിനയൊക്കെ ഇട്ട് ഒരു നല്ല ടീയും ഇതും കൂടി ഞങ്ങൾ 4 മണിക്ക് വേണ്ടിയിട്ട് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. അതിന് നന്നായിട്ട് അകമൊക്കെ വെന്ത് നല്ല നോക്കി കണ്ടില്ലേ, അതിൻ്റെ അകത്തെ ഇതിരിക്കുന്നത് തേങ്ങയും എല്ലാം കൂടെ വെന്ത് ആവി കയറിയപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റായിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കിയാലോ? കട്ടൻ ചായയും ഇതും കൂടി നന്നായി നമുക്ക് അത് എടുത്ത് സെർവ് ചെയ്യാം, പാത്രങ്ങളിൽ കഴിക്കാം. നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാം. കൂട്ടുകാരെ, എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.